ഇന്ന് നമ്മൾ വന്ന് എത്തിയിരിക്കുന്നത് ബ്രില്യൻറ്റിൻ്റെ ലിറ്റിൽ ഫ്ലവർ ഹോസ്റ്റലിലാണ്. ബ്രില്യൻറ്റ് സ്റ്റഡി സെന്ററിന്റെ നേരെ എതിർവശത്ത് വെറും 50 മീറ്റർ ദൂരത്തിൽ ഏറ്റവും ശാന്തവും സുന്ദരവുമായ ഒരു അറ്റ്മോസ്ഫിയറിലാണ് ഈ ഹോസ്റ്റൽ സ്ഥിതി ചെയ്യുന്നത്. 3 നിലകളിലുള്ള 2 ബ്ലോക്കുകളിലായി 100ഓളം റൂമുകൾ, അവിടെ 300ഓളം വിദ്യാർത്ഥികൾ. ഓരോ നിലയിലും വളരെ വിശാലമായ സ്റ്റഡി ഹാൾസ്, ലൈബ്രറി സംവിധാനം, അതിവിശാലമായ മെസ് സൗകര്യം, വിസിറ്റേഴ്സ് ലോഞ്ച്, അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയാണ് ഈ ഹോസ്റ്റൽ സജ്ജീകരിച്ചിട്ടുള്ളത്. ഇന്ന് നമ്മോടൊപ്പം ഈ ലിറ്റിൽ ഫ്ലവർ ഹോസ്റ്റലിലേക്ക് എത്തുന്നത് മിസ് ദർശനയാണ്. 2018 നായികൻ എന്ന പ്രോഗ്രാമിലൂടെ വിജയിയായി വന്ന് ലാൽ ജോസ് സംവിധാനത്തിൽ സോളമന്റെ തേനീച്ചകൾ എന്ന സിനിമയിലൂടെ പ്രേക്ഷക മനസ്സ് കീഴടക്കിയ ബ്രില്യൻറ്റിന്റെ സ്വന്തം ദർശന. ഇമ്പം, അയൽ എന്ന സിനിമകളാണ് ഇനി വരാനിരിക്കുന്നത്. മിസ് ദർശനയോടൊപ്പം നമുക്ക് ഈ ലിറ്റിൽ ഫ്ലവർ ഹോസ്റ്റലിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ദർശന മിസ്, നമ്മൾ നേരത്തെ ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഇവിടുത്തെ ഒരു ആൾ തന്നെയാണ്. അപ്പം മിസ് ഇവിടെ നിന്നിരുന്ന കാലത്ത് സ്റ്റേ ചെയ്യുന്ന ഡ്യൂട്ടി ഉണ്ടായിരുന്ന ഹോസ്റ്റലാണ് നമ്മുടെ ഈ ലിറ്റിൽ ഫ്ലവർ എന്ന് പറയുന്നത്. അപ്പം മിസ് ആ ഒരു ഓർമ്മകളിലൂടെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇന്നിവിടെ വന്നിരിക്കുന്നത്. അപ്പം എന്ത് തോന്നുന്നു ദർശന? നമുക്ക് ഒരു ഇവിടെ വന്നു കഴിഞ്ഞിട്ടുള്ള ഒരു പഴയ ആംബിയൻസ് ഒക്കെ ആ ഒരു ഓർമ്മകളിലേക്ക് വന്നോ? തീർച്ചയായിട്ടും. ഞാനൊരു 3.5 വർഷം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ 3.5 വർഷവും ഞാൻ സ്റ്റേ ചെയ്തത് എൻ്റെ ഡ്യൂട്ടി ലിറ്റിൽ ഫ്ലവർ ഹോസ്റ്റലിലായിരുന്നു. അപ്പോൾ എനിക്കിങ്ങോട്ട് എൻ്റെ ഒരു വീട് തന്നെയായിരുന്നു ഇത്. അപ്പം ഒന്നുകൂടെ വരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. കുറേ ഓർമ്മകളൊക്കെ ഇങ്ങനെ വന്ന സമയം. ഓക്കെ, അപ്പം അതോടുകൂടി തന്നെ നമുക്ക് ഈ ഹോസ്റ്റലിലെ മുഴുവൻ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം, ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയണം. അപ്പം മിസ്സും ആ ഓർമ്മകളിലേക്കൊന്ന് കടന്നു ചെല്ലാൻ വേണ്ടിയിട്ട് നമ്മോടൊപ്പം ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വാർഡന്മാരെ നമുക്കൊന്ന് പരിചയപ്പെടേണ്ടതുണ്ട്, ഇവിടുത്തെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. നമുക്ക് അവരോടൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാം. അപ്പം മിസ്സിപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ടൈമിൽ എത്ര വാർഡന്മാരൊക്കെ ഉണ്ടായിരുന്നു? ഞങ്ങൾ 5 ടീച്ചേഴ്സായിരുന്നു ഉണ്ടായിരുന്നത് ആ സമയത്ത്. ഇപ്പം ഇതിപ്പോൾ പുതിയ ടീച്ചേഴ്സല്ലേ? കണ്ടത് സന്തോഷം. എന്താ പേരെന്താ? എൻ്റെ പേര് ശ്രീലക്ഷ്മി. ഓക്കെ. നന്ദന. റിനു. എങ്ങനെയുണ്ട് ലിറ്റിൽ ഫ്ലവർ ഹോസ്റ്റലും? നിങ്ങളിപ്പം കഴിഞ്ഞ വർഷം വേറൊരു ഹോസ്റ്റലായിരുന്നു കാണുമല്ലോ, ഇപ്പോൾ ഈ കൊല്ലം ലിറ്റിൽ ഫ്ലവർ എന്ത് തോന്നുന്നു? എന്താണ് നിങ്ങൾക്ക് ഒരു ഡിഫറെൻ്റ് ആയിട്ട് തോന്നുന്നത് മറ്റുള്ള ഹോസ്റ്റലെ വെച്ച് ഈ ഹോസ്റ്റൽ? മറ്റു ഹോസ്റ്റലിൽ വെച്ച് നോക്കുമ്പം ഈ ഹോസ്റ്റലിൽ നമ്മുടെ ക്യാമ്പസിൻ്റെ തൊട്ടടുത്താണ്, 1 മിനിറ്റേ വരുന്നുള്ളൂ. റോഡിൽ നിന്ന് ജസ്റ്റ് ക്രോസ് ചെയ്താൽ നമ്മുടെ ഹോസ്റ്റലെത്തും. അത് തന്നെയാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. പിന്നെ ഇവിടെ ഹോംലി ഫുഡാണ് വരുന്നത്. പിന്നെ കഴിഞ്ഞ വർഷത്തേക്കാൾ സ്ട്രെങ്ത് ഉണ്ട്. അപ്പം സ്റ്റുഡൻസുമായിട്ട് കുറച്ചുകൂടെ മിങ്കിൾ ചെയ്യാനൊക്കെ നമുക്ക് പറ്റുന്നുണ്ട്. അപ്പം നമ്മുടെ ഈ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഏകദേശം എത്ര സ്റ്റുഡൻസ് ഉണ്ട്? സ്ട്രെങ്ത്തിൻ്റെ ഒക്കെ നമുക്കിവിടെ 300ഓളം സ്റ്റുഡൻസാണ് ഉള്ളത്. നമ്മുടെ ഹോസ്റ്റലിൽ 2 ബ്ലോക്കായിട്ടാണ്. അപ്പോൾ ഓരോ ബ്ലോക്കിലും 3 ഫ്ലോർ വെച്ചാണ് വരുന്നത്. അപ്പോൾ 3 ഫ്ലോറിൽ 100ഓളം റൂംസ് ഉണ്ട്. ആ 100ഓളം റൂംസിൽ 300 പേർക്കായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പം ഓരോ ഫ്ലോറിലും ഓരോ ടീച്ചേഴ്സാണോ? ഞങ്ങൾക്ക് അങ്ങനെയായിരുന്നു ആ സമയത്ത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഓരോ ഫ്ലോറിലും ഓരോ ടീച്ചേഴ്സ് വെച്ച് നമുക്ക് അലോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ സ്റ്റഡി ഹാള്, അതുപോലെ സ്റ്റഡി ഹാളിനോട് അനുബന്ധിച്ച് തന്നെയാണ് ലൈബ്രറി ഫെസിലിറ്റീസും എല്ലാം വരുന്നത്. പക്ഷേ അപ്പം ഇവിടെ നിങ്ങളിപ്പോൾ 3 വാർഡന്മാരാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എത്ര പേരാണ് മൊത്തം? നമ്മുടെ ടീച്ചേഴ്സ് എത്ര പേരുണ്ട് ഇവിടെ? 6 പേരാണ് ഈ ഹോസ്റ്റലിലുള്ളത്. അപ്പോൾ 3 പേര് ക്യാമ്പസിൽ ഡ്യൂട്ടിക്കായിട്ട് പോയിരിക്കുകയാണ്. ആ ടീച്ചേഴ്സിൻ്റെ പേരും കൂടി ഒന്ന് പറയാമോ? ഞങ്ങളുടെ ഹെഡ് വാർഡൻ അനു ടീച്ചറാണ്, അനു വിൻസെൻ്റ്. പിന്നെ അനുമോൾ ജോർജ്, പിന്നെ അശ്വതി ടീച്ചർ, അത് ഫാക്കൽറ്റിയാണ്. നൈസ്. ടീച്ചർ, ഇവിടെ നമ്മുടെ ബ്രില്യൻറ്റിൽ തന്നെ കുറേ അധികം ഹോസ്റ്റൽസ് ഉണ്ടല്ലേ? അപ്പോൾ എന്താണ് മറ്റുള്ള ഹോസ്റ്റലിൽ വെച്ച് ടീച്ചർ ഇപ്പം ടീച്ചറിനോട് ചോദിക്കുകയാണ്, എന്താണ് ലിറ്റിൽ ഫ്ലവർ ഡിഫറെൻ്റ് ആക്കുന്നത്? എന്താണ് പറയാനുള്ളത് ടീച്ചറിന്? വളരെ ദൂരം കുറവാണ് നമ്മുടെ ക്യാമ്പസിൽ നിന്നും. ഒത്തിരി കുട്ടികൾക്ക് ദൂരം സഞ്ചരിക്കേണ്ടതില്ല, പെട്ടെന്ന് തന്നെ അവർക്ക് ക്യാമ്പസിൽ എത്താൻ വേണ്ടി സാധിക്കും. ഈ കാണുന്ന പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ പറഞ്ഞു കോളേജിനോട് ഏറ്റവും അടുത്താണ്. കോളേജിനോട് ഏറ്റവും അടുത്തെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു ഹോസ്റ്റലിൻ്റെ മുറ്റത്ത് നിന്ന് നേരെ ക്രോസ് ചെയ്താൽ നമ്മുടെ കോളേജിലേക്കാണ് നമ്മൾ ചെല്ലുന്നത്. അത്രയും അടുത്താണ്. അപ്പോൾ കുട്ടികൾക്ക് ഏറ്റവും ഒരു സൗകര്യപ്രദമായിട്ട് തന്നെയാണ് ഈ ലിറ്റിൽ ഫ്ലവർ ഹോസ്റ്റൽ എന്ന് പറയുന്നത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അല്ലേ മിസ്സേ? അതെ. പറഞ്ഞതാണ്, ഇത്രയും അടുത്തായതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഭയങ്കര ഒരു സൗകര്യമാണ്.
പിന്നെ റെഫറൻസിനൊക്കെ അതാണ് ഏറ്റവും ഉപകാരമായിട്ട്. ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങളിൽ റെഫറൻസിന് മറ്റുള്ള ചില ഹോസ്റ്റലിൽ നമുക്ക് ബസ് സർവീസ് ഉണ്ട്, പക്ഷെ ഇവിടുന്ന് നമുക്ക് നടന്നു പോകാനുള്ള ദൂരേ ഉള്ളൂ. അപ്പോൾ കുട്ടികൾക്ക് എപ്പോൾ വേണേലും റെഫറൻസിനായിട്ട് അവർക്ക് ടൈമിലാണെങ്കിലും നമുക്ക് വന്ന് ഇവിടെ റെഫറൻസ് 6-7 വരെയാണേലും സ്റ്റുഡൻസിന് പോയിട്ട് വരാനുള്ള ദൂരമല്ലേ ഉള്ളൂ. അപ്പോൾ 7 വരെയൊക്കെ അവർ റെഫറൻസിന് ഇരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ പ്രത്യേകത എന്ന് പറയുന്നത് പേരൻസ് വന്നിട്ടുണ്ടെങ്കിൽ കുട്ടികളോട് സംസാരിക്കാനായിട്ട് വിസിറ്റേഴ്സ് ലോഞ്ച് ഉണ്ട്. കുട്ടികളോട് മാറി നിന്ന് സംസാരിക്കാൻ ഒരു റൂം തന്നെയായിട്ടാണ് വെച്ചിരിക്കുന്നത്. പിന്നെ അതൊക്കെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. പിന്നെ കറണ്ട് പോയാൽ ജനറേറ്റർ ഉണ്ട് കുട്ടികൾക്കായിട്ട്. ഒരു ബുദ്ധിമുട്ടും കൂടാതെ അവർക്ക് ഇവിടെ വന്നിരുന്ന് പഠിക്കാൻ അതെ ഈ ഹോസ്റ്റലിൽ അറേഞ്ച് അതെ. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ഓണേഴ്സ് താമസിക്കുന്ന നമ്മുടെ ഹോസ്റ്റലിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ എന്തൊരാവശ്യത്തിനും ഒരു ബെല്ലിൻ്റെ അകലെ അവരെപ്പോഴും ഉണ്ടായിരിക്കും അല്ലേ? എന്താവശ്യം ഉണ്ടെങ്കിലും ആൻറ്റി അങ്കിളാണ് ഞങ്ങളെ സഹായിക്കുന്നത്. എന്നെ എന്തെങ്കിലും വിളിച്ചാൽ മതി, ഏത് രാത്രിക്കാണെങ്കിലും വിളിച്ചാലും ഞങ്ങളെ സഹായിക്കും. അപ്പോൾ നമുക്ക് ഹോസ്റ്റൽ ഒന്ന് കാണാം അല്ലേ? ടീച്ചേഴ്സ് പറഞ്ഞു നമുക്ക് 2 ബ്ലോക്കാണ് ഉള്ളതെന്ന്. അതുപോലെ തന്നെ നമുക്ക് 2 മെസ് ഹോളും ഉണ്ട്. ഇതാണ് മെസ് ഹോൾ 1, അതിൻ്റെ അപ്പുറത്ത് മെസ് ഹോൾ 2. അപ്പം എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് നമുക്ക് നോക്കാം. എനിക്ക് ലിറ്റിൽ ഫ്ലവറിൽ ഏറ്റവും എന്താണ് ഇഷ്ടമെന്ന് ചോദിച്ചാൽ ആൻറ്റിയുടെ ഫുഡ് തന്നെയാണ്. ഇതാണ് ടെസ്സി ആൻറ്റി. അപ്പം ആൻറ്റി ഇന്ന് എന്താണ് സൺഡേ സ്പെഷ്യൽ എന്താണ് എന്ന് നമുക്ക് നോക്കാം. ബിരിയാണി ആയിരുന്നല്ലോ ആൻറ്റി, അത് മാറ്റിയോ? സൺഡേ സ്പെഷ്യൽ സാധാരണ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ബിരിയാണി വെക്കാറുണ്ട്, പക്ഷേങ്കിൽ അതിപ്പം വൈകുന്നേരങ്ങളിലോട്ട് ദിവസങ്ങൾ മാറ്റി. സാറ്റർഡേ സൺഡേ കുട്ടികൾ പേരൻസ് വരും, അവർ പുറത്തോട്ട് പോവുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഉച്ചയ്ക്ക് സാദാ ചോറ്, സാമ്പാർ, തോരൻ, അങ്ങനെ മീൻ, അങ്ങനെയൊക്കെയുള്ള കറികൾ കൊണ്ട് ഒതുങ്ങിയിരിക്കുകയാണ്. വൈകുന്നേരങ്ങളിലാണ് ഇപ്പം സ്ട്രോങ് ആയിട്ടുള്ളത് കൊടുക്കാൻ കൂടുതലും നമ്മൾ ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഫുഡിനാണ് കേട്ടോ ഫാൻസ് കൂടുതൽ. കാരണം ഹോംലി ഫുഡ് കിട്ടുന്ന സാധാ ഫുഡാണ് കേട്ടോ. വലിയ ഹോട്ടൽ വീട്ടിൽ എന്താണോ കിട്ടുന്നത് അതേ ഉള്ളൂ. അപ്പം ആൻറ്റി എനിക്ക് തോന്നുന്നു മെസ് ടൈം ആയെന്ന് തോന്നുന്നു അല്ലേ? ഉച്ചയ്ക്കത്തെ ടൈം ആയെന്ന് തോന്നുന്നു. അപ്പം ശരി, അപ്പം ആൻറ്റിയുടെ ജോലികളൊക്കെ നടക്കട്ടെ. നമ്മൾ ആദ്യത്തെ മെസ്സ് കണ്ടു. ഇതാണ് ലിറ്റിൽ ഫ്ലവറിൻ്റെ സെക്കൻഡ് മെസ്സ്. അപ്പം എല്ലാവരും ലഞ്ച് ബ്രേക്കിന് വന്നിട്ടുണ്ട് ഫുഡൊക്കെ കഴിക്കാൻ. നമുക്ക് അവരെയൊക്കെ പരിചയപ്പെടാം. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കുന്ന തിരക്കിലാണ്. നമുക്ക് ഇവിടുത്തെ സ്റ്റുഡൻസിനോട് ചോദിക്കാം എങ്ങനെയുണ്ട് ഇവിടുത്തെ ഫുഡെന്നും ഇവിടുത്തെ മെനു ഒക്കെ എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം. പേരെന്താ മോളെ? ഇസ. എവിടുന്നാ? മലപ്പുറം. എങ്ങനെയുണ്ട് ഫുഡൊക്കെ? എങ്ങനെയുണ്ട്? നല്ലതാ. മെനു ഒക്കെ എങ്ങനെയാണ്? നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം ബിരിയാണി ഒക്കെ കിട്ടും, പിന്നെ ഫ്രൈഡ് റൈസ് കിട്ടും, നൂഡിൽസ് ഒക്കെ കിട്ടും. നല്ലതാ, എല്ലാം നല്ലതാ ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഫുഡ് നല്ലതാകുമ്പോഴാണ് നമുക്ക് നന്നായിട്ട് പഠിക്കാനും തോന്നുന്നത് അല്ലേ? അപ്പം ഒരു ഹോംലി ഫുഡാണോ ഇവിടെ? ആണ് ഹോംലി ഫുഡാ. മോളുടെ പേരെന്താ? സാനിയ. എവിടുന്നാ സാനിയ? എറണാകുളം. എങ്ങനെയുണ്ട്? ഹോസ്റ്റലിൽ ആദ്യമായിട്ടായിരിക്കും അല്ലേ? അതെ. എങ്ങനെയുണ്ട് വീട്ടിൽ നിന്ന് മാറി നിന്നിട്ട്? ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പിന്നെ പതുക്കെ സെറ്റായി, ഫ്രണ്ട്സായി, എല്ലാവരും കൂടി നല്ല കൂട്ടം. ഇപ്പോൾ നല്ലൊരു നല്ല ലൈഫാണ്. അതുപോലെ തന്നെ എങ്ങനെ പോകുന്നു പഠിത്തമൊക്കെ? എങ്ങനെ പോകുന്നു? പഠിത്തം കുഴപ്പമില്ലാണ്ട് പോകണു. എക്സാംസ് ഒക്കെ നടക്കുന്നുണ്ട്, ഡെയിലി പോർഷൻസ് നന്നായിട്ട് പോകുന്നുണ്ട്. കുഴപ്പമില്ലാണ്ട് പഠിച്ചു പോകാൻ പറ്റുന്നുണ്ട്. ഓക്കെ. എനിക്കൊന്ന് ഹോസ്റ്റലിൽ വരുമ്പം നമ്മളെപ്പോഴും ഫുഡാണ് ഏറ്റവും മിസ്സാകുന്നത് അല്ലേ? അങ്ങനെ മിസ്സാകാറുണ്ടോ? ഇല്ല, വീട്ടിൽ കിട്ടണ കറികൾ ആ മിക്ക ഫുഡൊക്കെ സിമിലറാണ്. നല്ല കേരള ഫുഡ് തന്നെ കിട്ടണം ഇവിടെ. നല്ല വെറൈറ്റി അടക്കം ബിരിയാണി, ഫ്രൈഡ് റൈസ് ഒക്കെ കിട്ടാറുണ്ട്. നൂഡിൽസ് രാത്രിയും, അതൊക്കെ ഞങ്ങളുടെ ഫേവറേറ്റ്സ് എപ്പോഴും. ഹലോ, കഴിച്ചു കഴിയാറായോ? ഏതാ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഇവിടുത്തെ? ഫ്രൈഡ് റൈസും ബിരിയാണി. അപ്പോൾ അങ്ങനത്തെ ഫുഡാണ് ഇഷ്ടം. ചോറ് ഇഷ്ടമല്ല? ചോറ് ഇഷ്ടമാണ്.
എവിടെയാണ് മോളുടെ വീട്? ഓക്കെ, തൃശ്ശൂരും ഇവിടെ ഇവിടെ എന്താ വ്യത്യാസം ഉണ്ടോ അതോ സെയിം ആണോ ടേസ്റ്റ് ഒക്കെ? സെയിം ആണ്. ഓക്കെ, ഏതാ മോളുടെ ഏറ്റവും ഫേവറേറ്റ് ഫുഡ് ഇവിടുത്തെ? ഷെഫങ്ങളുടെ നൂഡിൽസും ചില്ലി ചിക്കൻ. ഓക്കെ, നൂഡിൽസും ചില്ലി ചിക്കനും. ഓക്കെ, അത് എന്നാണ് അത് കിട്ടുന്നത്? ചിലപ്പോൾ തേഴ്സ്ഡേ ആയിരിക്കും, എപ്പോഴും രാത്രി ആയിരിക്കുള്ളൂ. ചിലപ്പോൾ തേഴ്സ്ഡേ, ചിലപ്പോൾ ഫ്രൈഡേ, അത് മാറി മാറി വരും. അതാണ് ഫേവറേറ്റ്. അതുണ്ടേ പിന്നെ വേറെ ഒന്നും വേണ്ട. അന്ന് ഫുഡ് ചിലപ്പോൾ സ്കിപ്പ് ചെയ്യുന്ന പിള്ളേരുടെ ചാടി ഇറങ്ങി വരും അതിന്. ഓക്കെ, മോളുടെയോ? ഫ്രൈഡ് റൈസ്. അപ്പോൾ എല്ലാവർക്കും ഫ്രൈഡ് റൈസ്, ചില്ലി ചിക്കൻ, പിന്നെ ബിരിയാണി, നൂഡിൽസ്, ഇതൊക്കെയാണല്ലോ എല്ലാവരുടെയും ഫേവറേറ്റ്. കൊള്ളാം. എങ്ങനെയുണ്ട് ഇന്നത്തെ ഫുഡ്? എങ്ങനെയുണ്ട്? നല്ല ഫുഡായിരുന്നു. നല്ലതായിരുന്നു. അത് നിങ്ങളുടെ പ്ലേറ്റ് കാണുമ്പോൾ അറിയാം എല്ലാവരും തീർത്തു. ഓക്കെ, ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാ മെനുവിൽ? ഓ, എല്ലാവരും ഫ്രൈഡ് റൈസ്, ചില്ലി ചിക്കൻ, പിന്നെ എന്താ, പിന്നെ ബിരിയാണി. ഇതാണ് നിങ്ങളുടെ ഫേവറേറ്റ്. ഓക്കെ, ഹലോ, എക്സാം ഉണ്ടോ നാളെ? ഓക്കെ, അപ്പോൾ എങ്ങനെയുണ്ട് ഇവിടെ ഇരുന്ന് പഠിച്ചിട്ടൊക്കെ? എങ്ങനെയുണ്ട് ഇവിടെ? കുറച്ചുകൂടെ മുറിനെക്കാട്ടി ഏറെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് പഠിക്കാൻ പുറത്താവില്ല. അതുകൊണ്ട് ഞാൻ മിക്കവാറും പുറത്താണ് വന്നിരുന്ന് പഠിക്കുന്നത്. ഇതാണോ മോളുടെ സ്ഥിരം പ്ലേസ്? ഇടയ്ക്കിടയ്ക്ക് സ്ഥലം ഉള്ളിടത്തേ ആയിരിക്കും. പൊതുവെ റൂമിൻ്റെ അടുത്തുള്ള ബെഞ്ച് ഇവിടെ ഉള്ളപ്പോൾ ഇവിടെ ഇരുന്നു. ഓക്കെ, നാളെ എക്സാം ഉണ്ടോ? ഓക്കെ, ഏതാ പഠിക്കുന്നത്? ബയോളജി, ബോട്ടണി, മിനറൽ ന്യൂട്രീഷൻ പറഞ്ഞ ചാപ്റ്റർ. അപ്പോൾ പഠിച്ചോ കേട്ടോ. ശരി. പേരെന്താ മോളുടെ? മിൻഹ. എവിടുന്നാ? മലപ്പുറം. ഓക്കെ, എങ്ങനെയുണ്ട് പഠിത്തമൊക്കെ? എങ്ങനെ പോകുന്നു? പഠിത്തം അങ്ങനെ നല്ലപോലെ പോകുന്നുണ്ട്. എങ്ങനെയുണ്ട് ഹോസ്റ്റലിൽ ഇരുന്ന് പഠിച്ചിട്ടൊക്കെ? എങ്ങനെയുണ്ട്? മലപ്പുറത്ത് നിന്നല്ലേ വരുന്നേ? അപ്പോൾ എങ്ങനെയുണ്ട് ഇവിടെ ഇരുന്ന് പഠിച്ചിട്ടൊക്കെ? ഹോസ്റ്റലിൽ നല്ലപോലെ പഠിക്കാൻ പറ്റുന്നുണ്ട്. നല്ല ഇവിടുത്തെ അറ്റ്മോസ്ഫിയറൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഇന്ന് എന്താ ടാബാണല്ലോ കാണുന്നത്? എന്താ കാണുന്നത് മോള്? ഞാൻ റെസ്പിറേഷൻ. ഓക്കെ, അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. ശരിടാ, പഠിച്ചോട്ടോ. ഹലോ, എന്താ പേരെന്താ? മേഘ. എവിടുന്നാ മേഘ? ചെന്നൈ. ഓ, ചെന്നൈയിൽ നിന്നാണോ? ഓക്കെ, അപ്പോൾ ചെന്നൈയിൽ നിന്ന് എങ്ങനെ ഇവിടെ കസിൻസ് വല്ലവരും ഉണ്ടോ ഇവിടെ? എൻ്റെ റിലേറ്റീവ്സും കസിൻസും കുറേ പേര് ഇവിടെ പഠിച്ചിട്ടുണ്ട്. ബ്രില്യൻറ്റിൽ. ആ, ഓക്കെ. എങ്ങനെയുണ്ട് ലിറ്റിൽ ഫ്ലവർ ഹോസ്റ്റൽ? ഇവിടുത്തെ ഹോസ്റ്റൽ നല്ല ഹോസ്റ്റലാണ്. ഇവിടുന്ന് നല്ല പഠിക്കാനൊക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ സ്റ്റഡി ഹാൾ ഉണ്ട്. അപ്പോൾ അതിൽ ലൈബ്രറിയിലെ കുറേ ബുക്സും എല്ലാം നല്ല യൂസ്ഫുള്ളാണ്. അപ്പോൾ ഇവിടുന്ന് എല്ലാം പഠിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ. ഹായ്. എന്താ മോളുടെ പേര്? ദേവു. എവിടുന്നാ? ആലപ്പുഴ. ഓ, ആലപ്പുഴയിൽ നിന്നാ. എങ്ങനെയുണ്ട് പഠിത്തമൊക്കെ? എങ്ങനെ നടക്കുന്നു? നന്നായി പോകും. എക്സാം ഒക്കെ അടുത്തല്ലേ? എങ്ങനെ പ്രിപ്പറേഷനൊക്കെ നന്നായിട്ട് നടക്കുന്നോ? ഹോസ്റ്റലിൽ എങ്ങനെയുണ്ട് പഠിക്കാനൊക്കെ? നല്ല ഹോസ്റ്റലാണ്, പഠിക്കാനൊക്കെ സൗകര്യമൊക്കെ ഉണ്ട്. എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഹോസ്റ്റലിൽ? ഹോസ്റ്റലിൽ മീൻ വറുത്തു. അയ്യോ, അത് അൺഎക്സ്പെക്റ്റഡ് റിപ്ലൈ ആയിപ്പോയി. ഓക്കെ, ആലപ്പുഴയിലൊന്നും ഇത്ര നല്ല മീൻ വറുത്തത് കിട്ടാറില്ല. ഉണ്ട്, എന്നാലും മൊത്തത്തിൽ കാണാം ഹോസ്റ്റൽ. ഓക്കെ. നമുക്ക് സ്റ്റഡി ഹാള് മാത്രമല്ല, റൂമിൻ്റെ ഫ്രണ്ടിലിരുന്ന് പഠിക്കാനുള്ള സൗകര്യം ഇവിടെയുണ്ട്. അതിനുള്ള ഡെസ്കും ചെയറും ഒക്കെ നമുക്കിവിടെ ഉണ്ട്. അപ്പം മോളു, എന്താ പേരെന്താ? അഞ്ജലി ഇവിടെ ഇരുന്നാണോ എപ്പോഴും പഠിക്കാറുള്ളത്? രാത്രിയൊക്കെ എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ പുറത്തിരുന്ന് വീട്ടിൽ നിന്ന് പഠിക്കും. ഓക്കെ, അപ്പം ഇവിടെ ഈ ലൈറ്റൊക്കെ 24 hours പറ്റുമോ ഈ കോറിഡോറിൽ ഇരിക്കാൻ? കുട്ടികളുണ്ടാവും ഇവിടെ എപ്പോഴും. അപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അത് എടുക്കും. ഓക്കെ, സ്റ്റഡി ഹാളുണ്ട്, മെസ്സിലിരുന്ന് പഠിക്കാം. അപ്പം പഠിക്കാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട്, പഠിച്ചാൽ മതി അല്ലേ?
എങ്ങനെയുണ്ട്? ക്ലാസ്സൊക്കെ എങ്ങനെ പോകുന്നു? നന്നായി പോകും. നന്നായി പോകുന്നു. നമുക്കിനി ഇവിടുത്തെ സ്റ്റഡി ഹോളും ലൈബ്രറിയും പരിചയപ്പെടാം. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ബ്രില്യൻ്റ് ലൈബ്രറി കിട്ടുന്ന എല്ലാ ബുക്സും ഇവിടെയുണ്ട്. അപ്പം ഇവിടുന്ന് ബുക്സ് എടുക്കാം, ഇവിടെ ഇരുന്ന് പഠിക്കാം. അങ്ങനെ എന്തുകൊണ്ടും എല്ലാ ഫെസിലിറ്റീസും കുട്ടികൾക്കുള്ളതാണ്. അപ്പം നമുക്കിവിടെ ഇവരോടൊക്കെ ചോദിക്കാം എങ്ങനെയാണ് ഇവർ ഇവിടെ ഇരുന്ന്. ഇപ്പോൾ എല്ലാവരും ഇവിടുന്ന് ബുക്സ് എടുത്ത് പഠിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അല്ലാതെ അവർക്കുള്ള നോട്ട്ബുക്സും അല്ലാതെ ഇരുന്നും ഒക്കെ പഠിക്കാം. ഹലോ, എന്താണ് പഠിക്കുന്നത്? കെമിസ്ട്രി ആണോ? ഇത് ലൈബ്രറി ടെക്സ്റ്റ് ആണോ? ഓ, ഇവിടെ നിന്നെടുത്താണോ? ഓക്കെ. അപ്പോൾ നിങ്ങൾ എൻട്രി ഒക്കെ ചെയ്യണോ നമ്മൾ എടുത്തതൊക്കെ? ഡേറ്റ് ഒക്കെ എഴുതി. ഓക്കെ. ഇത് റൂമിലോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? റൂമിലോട്ട് കൊണ്ടുപോകാം, ഒരാഴ്ച ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ നാളത്തെ എക്സാമിന് വേണ്ടി പഠിക്കുമായിരിക്കും അല്ലേ? ശരി കേട്ടോ, പഠിച്ചോ. ഹായ്, ഏതാ സബ്ജക്റ്റ് പഠിക്കുന്നത്? ബയോമോളിക്യൂൾസ്. ആണോ? ലൈബ്രറിയിൽ നിന്നൊക്കെ ടെക്സ്റ്റ് ഒക്കെ എടുക്കാറുണ്ടോ? എങ്ങനെയുണ്ട്? എന്നും ഇതാണോ സ്ഥിരം സ്ഥലം പഠിക്കുന്നത്? ലൈബ്രറി, പിന്നെ അവിടെ നടന്നൊക്കെ പഠിക്കാറുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ്. നാളെ എക്സാം ഉണ്ടോടാ? എക്സാം. ഓക്കെ, അപ്പോൾ പഠിച്ചോ കേട്ടോ. താങ്ക് യു. ഹലോ, എന്താ പഠിക്കുന്നത്? ബയോളജി. ഓക്കെ, നാളത്തെ എക്സാമാ? പഠിച്ചു കഴിഞ്ഞോ? കുഴപ്പമില്ലാതെ പോകുന്നു, തീരാറായി ഓൾമോസ്റ്റ്. ഓക്കെ. ഇത് നമ്മുടെ ലൈബ്രറിയിൽ നിന്ന് എടുത്ത ബുക്കാണോ? ഇവിടുന്ന് എടുത്തതാ. ഓക്കെ. എന്തായാലും ബ്രില്യൻ്റ്. അവിടെ പോയി ലൈബ്രറി ടെക്സ്റ്റ് എടുക്കേണ്ട കാര്യമില്ലല്ലേ? ഇവിടെ തന്നെ നമുക്ക് ഈ ഫെസിലിറ്റി ഉള്ളത്. ഓൾമോസ്റ്റ് ഇവിടെ നമുക്ക് കിട്ടും, അപ്പം ഇവിടെ നിന്ന് റെഫർ ചെയ്യാൻ പറ്റും. ഓക്കെ. റെഫറൻസിനൊക്കെ പോകാറുണ്ടോ? ഉണ്ട്. നമുക്ക് ഇവിടെ തൊട്ട് അടുത്തായതുകൊണ്ട് കൂടുതലും പോകാൻ ഈസിയാണ്, അപ്പം പോകാറുണ്ട്. അപ്പോൾ ഇന്ന് പോയില്ല? ഇന്ന് പോയില്ല. ഇന്ന് ഇവിടെ എല്ലാം മാറി പോകാറുണ്ട്. ഇടയ്ക്ക് പോയി അവിടെ ഇരിക്കും, പിന്നെ ഇവിടെ. ഓക്കെ, അപ്പോൾ ശരി കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. പഠിച്ചോളൂ. ഹായ്, എന്താ പേര്? നിത ഫാത്തിമ. മോളുടെ വീട് എവിടെയാ? കോഴിക്കോട്. ഓക്കെ. എങ്ങനെയുണ്ട് മോളെ ലിറ്റിൽ ഫ്ലവർ ഹോസ്റ്റലിലൊക്കെ പഠിക്കുന്നത്? അടിപൊളിയാണ്. ആണോ? എങ്ങനെയുണ്ട് ഇവിടുത്തെ ഫെസിലിറ്റീസ് ഒക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ട് പഠിക്കാൻ കഴിയുന്നുണ്ട്. എല്ലാ ഫ്ലോറിലും ഞങ്ങൾക്ക് ഓരോ സെപ്പറേറ്റ് ആയിട്ടുള്ള സ്റ്റഡി ഹാൾസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഏത് നേരം വേണേലും പോയി പഠിക്കാം. അങ്ങനെ അടിപൊളിയായിട്ട് പോകുന്നു. ഓക്കെ. എങ്ങനെയാണ് ലൈവ് ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നത്? ഇവിടെ ഇരുന്ന് അറ്റൻഡ് ചെയ്യും? എല്ലാ ഫ്ലോറിലും നമുക്ക് വൈഫൈ ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ എല്ലാ ഫെസിലിറ്റീസും ഉണ്ടല്ലേ? അപ്പം ഏറ്റവും ഇവിടെ ഈ ഹോസ്റ്റലിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താ? നല്ല ഫുഡാണ്. ഓക്കെ. നമുക്കിതല്ലാണ്ട് ബോറടിപ്പിക്കില്ല. നമ്മൾ കോഴിക്കോട് നിന്ന് വന്ന് ഞാൻ വേറെ എവിടെ പോയിട്ടുണ്ടെങ്കിലും പുറത്ത് ഫുഡൊന്നും ഇഷ്ടപ്പെടില്ല. ഹോസ്റ്റലിലെ ഫുഡ് അടിപൊളിയാണ്. പിന്നെ പഠിക്കാൻ നല്ല അതാണല്ലോ നമുക്ക് വേണ്ടത്, അത് അടിപൊളിയാണ്. ഓക്കെ. അപ്പം നിത അടുത്ത കൊല്ലം നല്ലൊരു മെഡിക്കൽ കോളേജിൽ നിതയ്ക്ക് അഡ്മിഷൻ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ബ്രില്യൻറ്റിന് എത്രയധികം ഹോസ്റ്റൽ ഉണ്ടായാലും ലിറ്റിൽ ഫ്ലവർ ഹോസ്റ്റൽ എന്നും ഒരു പ്രത്യേകതയുള്ള ഹോസ്റ്റലാണ്. കാരണം ബ്രില്യൻറ്റിൻ്റെ ആദ്യമായിട്ട് ടീച്ചേഴ്സ് സൂപ്പർവൈസ് ചെയ്യുന്ന ഹോസ്റ്റൽ ലിറ്റിൽ ഫ്ലവർ ഹോസ്റ്റലാണ്. അപ്പോൾ അതിൻ്റെ തുടക്കം എനിക്ക് തോന്നുന്നു 2007-2008 വർഷത്തിലാണ് തുടങ്ങിയത്. അന്ന് തൊട്ട് ഈ ഹോസ്റ്റലിലെ കുട്ടികളെ ഒരുപാട് കുട്ടികളെ മെഡിക്കൽ കോളേജുകളിലേക്ക് കൈപിടിച്ചുയർത്തിയിട്ടുള്ള ഒരു ഹോസ്റ്റലാണ് ലിറ്റിൽ ഫ്ലവർ ഹോസ്റ്റൽ. അപ്പം ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ആൻറ്റിയോടും അങ്കിളിനോടും ഒക്കെ ചോദിക്കാം. ആൻറ്റി, എന്നാണ് ഈ ഹോസ്റ്റൽ? ഞാൻ പറഞ്ഞു 2007-2008 തുടങ്ങിയത്. ആൻറ്റി ഓർക്കുന്നുണ്ടോ ആ ഫസ്റ്റ് ബാച്ചിലെ സ്റ്റുഡൻസിനെ ആരെങ്കിലും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ ഓർക്കുന്നുണ്ടോ ആൻറ്റി? ഞാൻ വളരെ കുറച്ച് കുട്ടികളെ മനസ്സിൽ ഓർമ്മയുണ്ട്. അവരൊക്കെ കോട്ടയം മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം, മദ്രാസ്, വെല്ലൂർ മെഡിക്കൽ കോളേജൊക്കെ കയറി വിവരങ്ങളൊക്കെ. ആദ്യത്തെ ബാച്ചുകാരൊക്കെ വളരെ അറ്റാച്ച്മെൻ്റ് ഉണ്ടായിരുന്നു, കുറച്ച് കുട്ടികളെ ഉള്ളതുകൊണ്ട്. ഇപ്പം പാസ്സാകുന്നവരെ നമുക്ക് അത്രയ്ക്ക് അങ്ങ് പിടുത്തം കിട്ടിയില്ല എവിടെ എന്നൊന്ന്. അപ്പോൾ ആദ്യത്തെ ഒരു 3-4 ബാച്ച് കുട്ടികളെ, ആദ്യത്തെ ടോപ്പ് കിട്ടിയ കുട്ടികളെയൊക്കെ പേര് വരെ
ഞാൻ ചിലരുടെയൊക്കെ ഓർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ 2009 കാലഘട്ടത്തിൽ ഇവിടെ ലോങ് ടേമിന് വരെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അന്നേരം വരെ ലിറ്റിൽ ഫ്ലവർ ഹോസ്റ്റലിലാണ് ഏറ്റവും കൂടുതൽ റാങ്ക് എല്ലാ വർഷവും കിട്ടുന്നതെന്ന് ഉണ്ട്. ഫസ്റ്റ് റാങ്കും എല്ലാ തവണയും 10-നുള്ളിൽ റാങ്ക് കിട്ടിയിട്ടുള്ള ഹോസ്റ്റലാണ് നമ്മുടേത് അല്ലേ? ആന്റി അങ്കിൾ ഓർക്കുന്നുണ്ടോ? 140 കുട്ടികളായിരുന്നു നമുക്ക് ഈ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ബ്രില്യന്റിലെ ഏറ്റവും ടോപ്പ് സ്റ്റുഡൻസ്. അതെ, ആരും വിശ്വസിക്കാനും 100-110 കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടുമായിരുന്നു. മിക്കവാറും 1-2 റാങ്കുകാരും ഇവിടെ കാണും. അങ്ങനെ രീതിയിലായിരുന്നു ആദ്യത്തെ 10 റാങ്ക്. 100-നുള്ളിൽ ഒത്തിരി കുട്ടികൾ, 140 പിള്ളേർ, 100 കുട്ടികളും മിക്കവാറും നല്ല മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ വാങ്ങിയതായിട്ടാണ് ഒരു ഓർമ്മയും അതൊക്കെ തോന്നുന്നത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഓർത്തിരിക്കുന്നത്, ഞാൻ എയിംസിൽ പഠിച്ചുകൊണ്ട് അവിടെ എൻ്റെ ബാച്ചല്ല, എന്നെക്കാളും 1 ഇയർ സീനിയർ ആയിരുന്ന ശില്പ എം പോള് നമ്മുടെ കേരള ഫസ്റ്റ് റാങ്ക് ഈ ഹോസ്റ്റലിൽ നിന്നായിരുന്നു അല്ലേ? അതെ അതെ, അത് ഭയങ്കര സന്തോഷമായിരുന്നു. ആ കുട്ടി എക്സാം എഴുതാൻ പോയതും ഈ ഹോസ്റ്റലിൽ നിന്ന് ഇവിടുന്ന് എന്നോട് കിച്ചണിൽ വന്ന്, ആൻറ്റി എക്സാം എഴുതാൻ പോവുക, കുട്ടിയുടെ ഗ്രാൻഡ് ഫാദറിനും മേലാത്തതുകൊണ്ട് പേരൻസിന് കൊണ്ടുപോകാൻ പറ്റത്തില്ല, പുള്ളി കോതമംഗലം സൈഡെങ്ങാണ്ടാണ് വീട്, ഇവിടുന്ന് പറഞ്ഞിട്ട് പോയി തൊടുപുഴ തനിയെ പോയി എക്സാം എഴുതി. എല്ലാ എക്സാമും ഇവിടുന്നാണ് പോയി എഴുതിയച്ച് ഒന്ന് റിസൾട്ട് അറിഞ്ഞപ്പോൾ ശില്പ എം പോൾ ഫസ്റ്റ് റാങ്ക് എന്ന് പറഞ്ഞപ്പം ആ പേരൻസ് സന്തോഷിക്കുന്നതിലും കൂടുതൽ ഞങ്ങൾക്ക് സന്തോഷമായിരുന്നു. ഇവിടുന്ന് എക്സാം എഴുതാൻ പോയത്. അതുപോലെ ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ്. അത് കഴിഞ്ഞിട്ട് പിന്നത്തെ ബാച്ച് പിള്ളേർ ചോദിച്ചു ഈ ഫസ്റ്റ് റാങ്ക് കുട്ടി താമസിച്ച റൂം ഏതാ, പിന്നെ ആ കുട്ടിയോട് അവര് വിളിച്ചന്വേഷിച്ചു ചോദിച്ചിട്ട് ഒത്തിരി പേര് അങ്ങനെ കുട്ടികളുമായിട്ട് നല്ല അറ്റാച്ച്മെന്റ് ആണ്. പിള്ളേര് കൂടുതൽ ടെൻഷനൊക്കെ ഉള്ളവരോടൊക്കെ നമുക്കുണ്ടല്ലോ പിള്ളേര്, കുട്ടികൾ ഈ പ്രായത്തിലുള്ളവരല്ലേ, അപ്പോൾ ഒരു മറ്റേണൽ കെയർ എന്ന് പറഞ്ഞ പോലെ എന്നെ അടുത്ത് ടെസി ആൻറ്റി എന്ന് പറഞ്ഞാൽ സ്നേഹമാണ്. ആൻറ്റിക്ക് ഹാപ്പിയാണ് ഈ ഹോസ്റ്റല്, ഒരു അഭിമാനമായിരിക്കും അല്ലേ? എനിക്ക് സന്തോഷമാണ്, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. റിസൾട്ട് അറിയുന്ന ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കും ഒരു ചങ്കിടിപ്പാണ്, നമുക്ക് കിട്ടണം, നമ്മുടെ പിള്ളേർ റാങ്ക് മേടിക്കണം. ഞാൻ ഇപ്പോഴേ തന്നെ മോട്ടിവേറ്റ് ചെയ്യും, അടുത്ത വർഷത്തെ നല്ല കുട്ടി റാങ്ക് മേടിക്കുന്ന പിള്ളേരായിരിക്കണം, ഉറങ്ങിത്തൂങ്ങിയൊന്നും ഇരിക്കരുത്, ഇനി അങ്ങോട്ട് തുടങ്ങിക്കോളാൻ പറയും, അഞ്ഞു പിടിച്ച് പഠിച്ചോണമെന്ന്. അതൊക്കെ കേൾക്കുമ്പം ഇടയ്ക്കിടയ്ക്ക് ഞാൻ വരാൻ കേട്ടോ, എന്നോട് ഇങ്ങനെയൊക്കെ ഒന്ന് പറയണം കേട്ടോ, റാങ്ക് എത്രയാണെന്ന് ചോദിക്കണം കേട്ടോ എന്നൊക്കെ പറയും. ചിലർ ഒഴിഞ്ഞു മാറും, ചിലർ എന്നോട് ചോദിക്കാത്ത എന്താണ്, നല്ല റാങ്ക് ഉള്ളവരൊക്കെ അവിടെ സ്റ്റോറിലൊക്കെ വന്ന് കഴിയുമ്പോൾ അങ്ങനെ പല രീതിയിൽ ഇഷ്ടമാണ് കുട്ടികൾക്ക് സംസാരിക്കുന്നു. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വീടിനോട് ചേർന്നായതുകൊണ്ട് നമ്മുടെ പിള്ളേരെ പോലെ തന്നെ കരുതി, ഇത് വീട്, അത് അടുത്ത ഹോസ്റ്റൽ. അപ്പം ഞാൻ എപ്പോഴും ഉണ്ട്, അല്ലാതെ മാറി ഒരു ചിന്തയില്ല. ഇപ്പം എൻ്റെ മകൻ്റെ കൊച്ചാണേലും ഇവരുടെയൊക്കെ ഹായ് ഒക്കെ വെച്ച് അവർക്കൊരു സന്തോഷമാണ്. അങ്ങനെ ഒരു ഹോംലി ഫീലിങ് കൊച്ചിനെ കാണുമ്പോൾ, അയ്യോ ഞാൻ അങ്ങനെ ഓർക്കും ഇങ്ങനെ ഓർക്കും, അല്ല തനി ഹോസ്റ്റലെന്ന് പിള്ളേർക്ക് തോന്നാറില്ല. ഈ ഒരു കോമ്പൗണ്ടിൽ അവരുടെ വീട് പോലെ കണ്ട് ചിരിച്ചു, അങ്കിള് ആൻറ്റി ചേച്ചി ചേട്ടൻ അങ്ങനെ ഒരു സൈഡിൽ കൂടെ നോക്കിയാൽ അവർക്ക് അങ്ങനെ ഒരു ഇത് തോന്നും. പഠിക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളതാണ് പ്രോട്ടീൻസും അങ്ങനെയൊക്കെ, അതൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള മീൽസാണ് ആൻറ്റി എപ്പോഴും ഉണ്ടാക്കുന്നത്. ഒരു ഹോംലി ഫുഡ്, പിള്ളേർക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ചെല്ലണമെന്ന് ഓർത്തുണ്ട്. ഇപ്പം ഹോട്ടൽ ഫുഡാണെങ്കിൽ പെട്ടെന്ന് മടുക്കും, മറ്റേത് ചേർത്ത് നമ്മൾ വീട്ടിലാണേലും എന്ത് സാധനമാണേലും മടുക്കത്തില്ലാത്തൊരു രീതിയാണ് ഞാൻ കൂടുതലും കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നതും. അല്ല പെട്ടെന്ന് മടുക്കുമെന്ന് എനിക്കങ്ങനെയാണ് തോന്നുന്നത്. ആദ്യം ഭയങ്കര ടേസ്റ്റി ആയിട്ട് തോന്നും, പക്ഷേ 4 ദിവസം കഴിച്ച് കഴിയുമ്പോഴത്തേനും മടുപ്പ് തോന്നും. നമ്മൾ വീട്ടിലെ സാധാ ഒരു ഫിഷും മീറ്റും ഒക്കെ വേണം, എഗ്ഗ് എല്ലാ ആവശ്യത്തിന് ചെല്ലണം, എന്നാൽ മടുപ്പില്ലാത്ത രീതിയിൽ അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് ഇഷ്ടക്കേട് കൂടുതലും കുഴപ്പം പറയാറില്ല. നമ്മൾ പുറത്തുനിന്ന് പേരൻസ് ആണെങ്കിലും അങ്ങനെ ഒരു അഭിപ്രായം പറയാറുണ്ട്. പിന്നെ എല്ലാം പിള്ളേരെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇപ്പോഴത്തെ പിള്ളേർക്കെല്ലാം ചൈനീസ് ഐറ്റം അങ്ങനെയൊക്കെ ഉള്ള ഞങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ, പഴയതിലും കൂടുതൽ ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പം പുറത്തുനിന്നുള്ള കുട്ടികളും എല്ലാം അവർക്ക് വൈകുന്നേരങ്ങളിൽ ചോറ് വേണ്ട, അപ്പം വൈകുന്നേരം ചോറല്ലാതെയാണ് കൂടുതലും അതിപ്പം ബ്രില്യൻ്റ് മെനു അങ്ങനെ വന്നിട്ടുമുണ്ട്. പിന്നെ അവരുടെ ഇഷ്ടം നോക്കി ഇതിൻ്റെ അകത്തും നമ്മൾ അങ്ങനെ തന്നെയല്ല, അതിലും ഒരു 50% കുട്ടികൾക്ക് ചോറ് വേണ്ടവരുമുണ്ട്. നമ്മളതും ഇപ്പം കൂടുതൽ പിള്ളേർ കൂടുതൽ ചോദിക്കുന്നുണ്ട്. അവരുടെ ഇഷ്ടം അനുസരിച്ച് മാക്സിമം നമ്മൾ നോക്കാറുണ്ട്, എല്ലാ കാര്യങ്ങളും നോക്കി. മാക്സിമം
എനിക്ക് തോന്നുന്നു ജനറേറ്റർ ഫെസിലിറ്റി നമുക്കിവിടെ ഉണ്ടല്ലേ, കറണ്ട് പോയ ഉടനെ അതൊക്കെ നമ്മുടെ അവർക്കൊരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് വരാത്ത എല്ലാ രീതിയിലും വെള്ളമാണേലും ഒരിക്കലും അതെ, വെള്ളമാണേലും നമുക്ക് കംപ്ലീറ്റ് എല്ലാ ഫെസിലിറ്റി എല്ലാ രീതിയിലും പിള്ളേർക്ക് മേടിച്ചുകൊണ്ട് പോകാം. ഞാൻ കുട്ടികളോട് പറയുന്നത്, നിങ്ങൾ ഈ ഒറ്റ ഒരു ലക്ഷ്യത്തിന് എത്തിയതാണോ, നിങ്ങളിവിടെ നിന്ന് നിങ്ങൾ ബ്രില്യൻ്റ് ടീച്ചേഴ്സ് പറയുന്ന പോലെ അനുസരിച്ച് ഇത് കേട്ട് ഇവിടുത്തെ രീതിക്ക് പോകാൻ, നിങ്ങൾക്ക് മേടിച്ചുകൊണ്ട് പോകാൻ, നിങ്ങൾ ലക്ഷ്യം നേടി പോകാൻ ഒരു കുഴപ്പമില്ല. ബ്രില്യൻ്റുമായിട്ട് അടുത്താണെങ്കിൽ ഇത് വളരെ ശാന്തമായ ഒരു സ്ഥലമാണ്. സത്യം സത്യം. ചുറ്റുപാട് നല്ല മരങ്ങളും അതെ അതെ അതെ. വേറെ സൗണ്ട് ബ്രില്യൻ്റ് അത്ര അടുത്തുണ്ടെന്ന് തോന്നത്തില്ല നമുക്ക്. സത്യം വേറെ ഒരു ശല്യമില്ല, റോഡിനോട് ചേർന്ന് നല്ലതാനും അങ്ങനെയൊക്കെ കുറെ ഗുണങ്ങളുണ്ട്. പിള്ളേർക്ക് പഠിക്കാൻ വളരെ നന്നായിട്ട് പറ്റുന്ന സ്ഥലമാണ്. ഇനിയും ഒരുപാട് കുട്ടികൾ ഇങ്ങനെയൊക്കെ ഒരുപാട് കഥകൾ ആൻറ്റിക്ക് പറയാൻ സാധിക്കട്ടെ. ഇനിയേ നമ്മുടെ ഹോസ്റ്റലിൽ നിന്ന് ഒരുപാട് വിജയങ്ങളൊക്കെ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഹാരസാരസി മാനസ് ഹാരിണി ഹാസുമലരായി വിരിഞ്ഞോള് ചെല്ലുവസനുൾ ജമാലോള് ഗോല ബദരുൾ മുനീതോനെ ഘോരഘോരം സാരസാരം ധീര ധീരം കൊണ്ട പ്രേമം സുന്ദര പ്രപഞ്ചതരാഗായി സത്വര പ്രവാഹമിതുരാളാണി ചന്ദിര പിടപ്പുതാള രാത്രി ഓള മെലഡി മെലഡി ഓള മെലഡി ചിരാതുകൾ തോറും ഓർമ്മയായി തരാതെ പോം ചാരുമാമും മകളാൽ ചുഴലുന്നൊരി കുറ്റാക്കൂരിരുൾ കഴിയോളം ഉയരെ കവറും ഉയരെ പോലെ എന്താണ് നീ എന്താണ് ആ കാതൽ കനവായി കലൈந்து പോകും ആരാണ് നീ ആരാണ് നനനാ पुदीना देखा नाका नागिना देखा चिकनी चमेली देखी चिकना कमीना देखा चांदनी चिडर होके चीट किया तो सारे तारे बोले गिली गिली अक्खा मेरी बात तेरी बात ज्यादा बातें बुरी बात थाली में कटोरा लेकर आलू भात मूड़ी भात मेरे भी जो किसी ने रिपीट किया तो साला मैंने तेरे मुंह पे मारा मुक्का खड़ा है कम वक्त छोड़ना जाने ना इतना मजा क्यों आ रहा है तूने हवा में भांग मिलाया इतना मजा क्यों आ रहा